എല്ലാ പത്ര ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾക്കും പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെ ഈ വാർത്താ സമ്മേളനത്തിൽ ഹാർദവമായ സ്വാഗതം. ഞാൻ തെക്കൻ സ്റ്റാർ ബാദുഷ, പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. പ്രേംനസീർ സുഹൃത്ത് സമിതി ഉദയസമുദ്ര ഗ്രൂപ്പ് ഒരുക്കുന്ന 8ാമത് പ്രേംനസീർ സംസ്ഥാന ഫിലിം അവാർഡിൻ്റെ പ്രഖ്യാപന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ അവാർഡ് പ്രഖ്യാപനത്തിൻ്റെ ജൂറി കമ്മിറ്റി ചെയർമാൻ മലയാള സിനിമയിലെ ഹിറ്റ് മേക്കർ സംവിധായകനായ ശ്രീ തുളസീദാസ് സാറാണ് ഈ കമ്മിറ്റിയുടെ ജൂറി ചെയർമാൻ. എൻ്റെ ഇടതുവശത്തിരിക്കുന്നത് ജൂറി കമ്മിറ്റി മെമ്പറും സെൻസർ ബോർഡിൻ്റെ മുൻ മെമ്പറും ഫിലിം PR-യുമായ ശ്രീ അജയ് തുണ്ടത്തിൽ അവർകളാണ്. ശ്രീ വഞ്ചൂർ പ്രവീൺകുമാർ ചേട്ടൻ, അദ്ദേഹം സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെ ഫിലിം മൂവി ക്ലബിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറും ചലച്ചിത്ര താരവുമാണ്. അദ്ദേഹം ഇതിൻ്റെ ജൂറി കമ്മിറ്റി മെമ്പറാണ്. ശ്രീ ജോളി മാസ് ചലച്ചിത്ര സംവിധായകനാണ്. അദ്ദേഹവും ഈ കമ്മിറ്റിയുടെ ഒരു ജൂറി മെമ്പർ കൂടിയാണ്. പ്രിയമുള്ളവരെ, അവാർഡ് പ്രഖ്യാപനത്തിലേക്ക് ബഹുമാനപ്പെട്ട ജൂറി കമ്മിറ്റി ചെയർമാൻ തുളസീദാസിനെ ആദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളും. എല്ലാവർക്കും നമസ്കാരം. പ്രേംനസീർ സുഹൃത്ത് സമിതിയും ഉദയസമുദ്ര ഗ്രൂപ്പും ചേർന്ന് ഒരുക്കുന്ന 8ാമത് പ്രേംനസീർ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളാണ് ഇവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതിന് എന്നെ നിയോഗിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നു വരുന്ന പോലെ തന്നെ ഈ വർഷവും അതിമനോഹരമായ രീതിയിൽ നടത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെയാണ് നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ സിനിമകളെ തിരഞ്ഞെടുത്തിരിക്കുന്നതും അതുപോലെ തന്നെയാണ്. ഞാനിത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഒരുപാട് നല്ല സിനിമകൾ നമ്മുടെ മലയാള സിനിമകളിലുണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ എൻട്രി വന്നിട്ടുള്ള സിനിമകളിൽ നിന്നാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാൻ വേറെ ചില ഇതുപോലെ ജൂറിയിൽ ഇരുന്നിട്ടുണ്ട്. അതിനുശേഷം അത് കഴിഞ്ഞ് പോയ ശേഷം നമ്മുടെ സമൂഹത്തിലുള്ള ചിലർ ചോദിച്ചിട്ടുണ്ട്, സാറേ വേറെയും ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. അപ്പോൾ നമുക്ക് എൻട്രി വന്നിട്ടുള്ള സിനിമകളിൽ നിന്നാണ് നടന്മാരെയും നടിമാരെയും മറ്റ് സാങ്കേതിക വ്യക്തികളെയൊക്കെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് പ്രത്യേകം നിങ്ങൾ ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ഇതിൻ്റെ പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെ മറ്റ് കാര്യങ്ങളൊക്കെ ശ്രീമാൻ ബാദുഷ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ അവാർഡ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അവാർഡ് ജേതാക്കളെ ആദ്യമായി മികച്ച ചിത്രം തുടരും. കാരണം അത് മികച്ച ചിത്രമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവരും മലയാള സിനിമയിലെ അത് കാണാത്തവർ കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മികച്ച സംവിധായകൻ ജിതിൻ കെ ജോസ്, മികച്ച നടൻ ഷമ്മി തിലകൻ, മികച്ച നടി ആതിര സുധീർ, ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം ആലപ്പി അഷറഫ്, സംഗീത ശ്രേഷ്ഠ പുരസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട MG ശ്രീകുമാർ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അവാർഡുകൾ. ഈ അവാർഡുകൾ അറിയിക്കുവാൻ വേണ്ടിയാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ഇദ്ദേഹം തീർച്ചയായും നിങ്ങളോട് അവതരിപ്പിക്കുന്നതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം അദ്ദേഹം നിങ്ങളോട് പറയും. പ്രിയമുള്ളവരെ, ജൂറി ചെയർമാൻ അറിയിച്ചത് പ്രകാരം തന്നെ വളരെ സുതാര്യമായാണ് കഴിഞ്ഞ 7 വർഷക്കാലവും അതുപോലെ തന്നെ ഇപ്രാവശ്യവും അവാർഡ് നിർണയം ബഹുമാനപ്പെട്ട ജൂറി ചെയർമാനും ബഹുമാനപ്പെട്ട ജൂറി മെമ്പർമാരും വളരെ കാര്യമായ രീതിയിൽ തന്നെ പരിഗണിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ള പുരസ്കാരങ്ങൾക്കെല്ലാം വളരെയധികം ജനപ്രീതി നേടിയിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ പ്രഖ്യാപിച്ച മികച്ച നടനായിരുന്നു വിജയരാഘവൻ ചേട്ടൻ. അദ്ദേഹത്തിനാണ് ദേശീയ പുരസ്കാരം പിന്നീട് ലഭിച്ചത്. അതേ ചിത്രത്തിന് അതേ കാറ്റഗറിയിലാണ് കിട്ടിയത്. അതുപോലെ തന്നെ മികച്ച നടി ഷംല ഹംസയായിരുന്നു.
മികച്ച നടിയായി ഞങ്ങൾ പ്രഖ്യാപിച്ചത്. അതിനുശേഷമാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അതേ ചിത്രത്തിന്റെ അതേ അഭിനയത്തിനാണ് ആ നടിക്ക് അവാർഡ് കൊടുത്തിട്ടുള്ളത്. മുൻകാലങ്ങളിലും അത്തരത്തിൽ അവാർഡുകളാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മിക്കവാറും സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളത്. അത് ഒരു അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ജൂറി കമ്മിറ്റി ഒരു സാധാരണ ഒരു സംഘടന നടത്തുമ്പോൾ ഒരു അവാർഡ് പ്രഖ്യാപനമല്ല. അവർ വളരെ സുതാര്യമായ രീതിയിൽ തന്നെ ഇതെല്ലാം പരിശോധിക്കുകയും ഈ പടം കാണുകയും ഓരോരുത്തരും പടം കണ്ടതിന് ശേഷം അവർ 4 പേരും ഇരുന്ന് കൂട്ടായിട്ടിരുന്ന് ചർച്ചകൾ ചെയ്തതിന് ശേഷമാണ് ഈ സുതാര്യമായ രീതിയിൽ ഈ അവാർഡുകൾ ഇവിടെ പ്രഖ്യാപിക്കാറുള്ളത്. അതിന് ജൂറി ചെയർമാനോടും ജൂറി മെമ്പർമാരോടും സുഹൃത്ത് സമിതിയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ഇതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് നടക്കുകയാണ്. പ്രേംനസീർ സുഹൃത്ത് സമിതി ഉദയസമുദ്ര ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന 8ാമത് പ്രേംനസീർ ചലച്ചിത്ര അവാർഡുകളാണ് ഇവിടെ പ്രഖ്യാപിച്ചത്. രഞ്ജിത്ത് നിർമ്മിച്ച് ഏറെ ജനപ്രീതി നേടിയ തുടരും എന്ന ചിത്രത്തിന് മികച്ച ചിത്രമായും, മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ പ്രദർശനത്തിലെത്തിയ ഏറെ പ്രശംസകൾ ഏറ്റുവാങ്ങിയ കളങ്കാവൽ എന്ന ചിത്രം സംവിധാനം ചെയ്ത ജിതിൻ കെ ജോസിനെ മികച്ച സംവിധായകനായും, വിലായത്ത് ബുദ്ധ എന്ന ചിത്രത്തിൽ ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച് പ്രേക്ഷക പ്രശംസ നേടിയ ഷമ്മി തിലകന് മികച്ച നടനായും, ഉറ്റവർ എന്ന ചിത്രത്തിൽ വേറിട്ട ശക്തമായ സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിച്ച ആതിര സുധീരനെ മികച്ച നടിയായും ഈ വർഷം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. 2026 പ്രേംനസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം മിമിക്രി താരമായി കലാജീവിതം ആരംഭിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും സംവിധായകനായും നടനായും തിരക്കഥാകൃത്തായും ജനപ്രിയനായി തീർന്ന ആലപ്പി അഷ്റഫിനും, 2026 പ്രേംനസീർ സംഗീത ശ്രേഷ്ഠ പുരസ്കാരം 1978 സംഗീത രംഗത്ത് സജീവമായി പ്രവേശിക്കുകയും മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലായി 2500-ലധികം ഗാനങ്ങൾ ആലപിച്ച MG ശ്രീകുമാറിനും സമർപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 2025 പ്രദർശനത്തിലെത്തിയ ചിത്രങ്ങളിൽ നിന്നുമാണ് ഈ പുരസ്കാരങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. മറ്റു പുരസ്കാരങ്ങൾ: മികച്ച സാമൂഹ്യ പ്രതിബദ്ധത ചിത്രം അഗസ്ത്യ തീർത്ഥം, ബാനർ ഗ്ലറിൻ സ്റ്റാർ, നിർമ്മാണം സംവിധാനം കാട്ടാക്കട സജിത്ത്. മികച്ച സഹനടൻ അസീസ് നെടുമങ്ങാട്, ചിത്രം വ്യസന സമേതം ബന്ധുമിത്രാദികൾ. മികച്ച സഹനടി മല്ലിക സുകുമാരൻ, ചിത്രം വ്യസന സമേതം ബന്ധുമിത്രാദികൾ. മികച്ച പുതുമുഖ നടൻ സുനീഷ് കെ ജാൻ, ചിത്രം ക്രിസ്റ്റീന. മികച്ച പുതുമുഖ നടി ജനനി സത്യജിത്ത്, ചിത്രം കേക്ക് സ്റ്റോറി. മികച്ച തിരക്കഥാകൃത്ത് 2 പേർക്കാണ്, ജിതിൻ കെ ജോസിനും ജിഷ്ണു ശ്രീകുമാറും. കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്താണ് അവർ 2 പേരും. മികച്ച ഗാനരചയിതാവ് ഡോക്ടർ സ്മിത പിഷാരടി, ചിത്രം 4 സീസൺസ്. മികച്ച സംഗീത സംവിധായകൻ റോണി റാഫേൽ, ചിത്രം പോലീസ് ഡേ. മികച്ച ഗായകൻ അൻവർ സാദത്ത്, ചിത്രം ചാട്ടുളി. മികച്ച ഗായിക ലീല ജോസഫ്, ചിത്രം ആ. പശ്ചാത്തല സംഗീത സംവിധാനം ബാബു ജോസ്, ചിത്രം അഗസ്ത്യ തീർത്ഥം. മികച്ച ക്യാമറമാൻ ഫൈസൽ അലി, ചിത്രം കളങ്കാവൽ. മികച്ച ഫിലിം PRO വാഴൂർ ജോസ്, വിവിധ ചിത്രങ്ങൾ. സംവിധാനത്തിനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം പ്രശാന്ത് മുരളി, ചിത്രം ബട്ടർഫ്ലൈ ഗേൾ 85. നടനുള്ള ജൂറി പുരസ്കാരം ജാഫർ, ചിത്രം അഗസ്ത്യ തീർത്ഥം. നടിക്കുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം ധന്യ വിശ്വനാഥ്, ചിത്രം ബട്ടർഫ്ലൈ ഗേൾ 85. പ്രത്യേക രൂപകൽപ്പന ചെയ്ത ഫലകവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരങ്ങളായിട്ട് നൽകുക. കഴിഞ്ഞ 7 വർഷവും ഞങ്ങളോട് സഹകരിക്കുന്നത് ഉദയസമുദ്ര ഗ്രൂപ്പാണ് ഈ അവാർഡിനായിട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഈ പുരസ്കാരങ്ങൾ മെയ് അവസാനം തിരുവനന്തപുരത്ത് നടക്കുന്ന വർണ്ണശബളമായ താരനിശയിൽ സമർപ്പിക്കുന്നതാണ്. മുൻകൊല്ലങ്ങളിലും അത്തരം താരനിശകളാണ് തിരുവനന്തപുരത്ത് ഒരുക്കിയിട്ടുള്ളത്. ഈ പുരസ്കാരം ലഭിച്ച എല്ലാ കലാകാരന്മാരെയും ചലച്ചിത്ര താരങ്ങളെയൊക്കെ പ്രേംനസീർ സുഹൃത്ത് സമിതി അഭിനന്ദിക്കുകയാണ്. എല്ലാവരും ഞങ്ങളുടെ ഈ വാർത്ത വളരെ മുൻകാലങ്ങളിലും മാധ്യമങ്ങളാണ് പ്രേംനസീർ സുഹൃത്ത് സമിതിയെ സഹകരിച്ചിട്ടുള്ളത്. ഈ വാർത്തയും വളരെ പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ പ്രസിദ്ധീകരിക്കണം. അതുപോലെ തന്നെ ഈ പുരസ്കാര ചടങ്ങിൽ എല്ലാവരും പങ്കെടുക്കും. നിങ്ങൾക്കെല്ലാം അതിനുള്ള ക്ഷണക്കത്ത് തരുന്നതുമാണ് എന്നുള്ള വിവരം അറിയിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് 2 വാക്ക് സംസാരിക്കാൻ ജൂറി കമ്മിറ്റി മെമ്പർ ശ്രീ പ്രവീൺ ചേട്ടൻ. എല്ലാവർക്കും നമസ്കാരം. പ്രേംനസീർ സുഹൃത്ത് സമിതി ഉദയസമുദ്ര ഗ്രൂപ്പ് 8ാമത് പ്രേംനസീർ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളാണ് ഇവിടെ പ്രഖ്യാപിച്ചത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ സുതാര്യമായി വസ്തുനിഷ്ഠമായി വിലയിരുത്തി വിധി നിർണയിച്ച അവാർഡുകളാണ് ഇതൊക്കെ.
അർഹതയുള്ളവർക്ക് കൃത്യമായും അവരിലേക്ക് അവാർഡ് എത്തിച്ചേരുവാൻ ജൂറി വളരെ നിഷ്കർഷ പാലിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ ജൂറി ചെയർമാൻ ശ്രീ തുളസീദാസ് സാറിൻ്റെ കൂടെ ഞങ്ങളും ഇരുന്ന് വളരെ കാര്യമായി തന്നെയാണ് ഇതിലെ ഓരോ എൻട്രിയും പരിഗണിച്ചിട്ടുള്ളൂ. അടുത്ത മാസം നടക്കുന്ന ഒരു ചടങ്ങിൽ ഈ അവാർഡുകൾ വിതരണം ചെയ്യുന്നതാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, മാധ്യമ സുഹൃത്തുക്കൾ ഈ അവാർഡ് പ്രഖ്യാപനവും ഈ അവാർഡുകളും ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ പ്രേം നസീർ സുഹൃത്ത് സമിതിക്ക് ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവാർഡ് ജേതാക്കൾക്ക് എല്ലാവിധമായ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം. പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ ഇത്തരം അവാർഡുകളുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കാണുന്നത്, മറ്റ് സംഘടനകൾ ഒരുപാട് വലിയ ആൾക്കാർക്കൊക്കെ, അതായത് ലൈം ലൈറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ സ്റ്റാർ പദവിയുള്ള ഒരുപാട് ആൾക്കാർക്ക് അവാർഡുകൾ അങ്ങ് ഡിക്ലെയർ ചെയ്യുകയാണ്. പക്ഷേ പ്രേം നസീർ സുഹൃത്ത് സമിതി ഒരു അവാർഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ വിന്നറിന്റെ പാർട്ടിസിപ്പേഷൻ, അവാർഡ് ഡിസ്ട്രിബ്യൂഷൻ ടൈമിൽ ആ വ്യക്തി വന്ന് അവാർഡ് വാങ്ങണം എന്നുള്ള ഒരു കാര്യം ഉറപ്പ് വരുത്തുന്ന ഒരു ഏർപ്പാട് പ്രേം നസീർ സുഹൃത്ത് സമിതിക്കുണ്ട്. അതൊരു വലിയ സ്പെഷ്യാലിറ്റിയാണ്. കാരണം വലിയ വലിയ ആൾക്കാരുടെ പേരൊക്കെ ഡിക്ലെയർ ചെയ്തിട്ട് പല അവാർഡ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസിന് ചെല്ലുമ്പോഴും ഈ പറഞ്ഞ ആൾക്കാരൊന്നും അവർ അവൈലബിൾ ആയിരിക്കില്ല. കാരണം അവരുടെ പകരക്കാർ പോലും ഉണ്ടാവത്തില്ല. കാരണം അവർ പോലും അറിയാതെ അവരുടെ പേര് ഫിക്സ് ചെയ്തിട്ട് അനൗൺസ് ചെയ്യാണ് പത്രങ്ങളിലൊക്കെ. നോക്കുമ്പോൾ വലിയ വലിയ സ്റ്റാറുകളുടെ പേരൊക്കെ ആയിരിക്കും, പക്ഷെ ആൾക്കാരും മീഡിയക്കാരും വരുമ്പോൾ മിക്ക സ്ഥലത്തും ഈ പറഞ്ഞവരൊന്നും വരത്തില്ല. അപ്പം അങ്ങനെ ഒരു പോരായ്മ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ അവരുടെ അവൈലബിലിറ്റി ഉറപ്പ് വരുത്താതെയുള്ള ഒരു പ്രക്രിയയിലൂടെ പോകുന്നത് കൊണ്ടാണ്. പക്ഷേ പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ എല്ലാ അവാർഡുകളും പരിശോധിച്ചാൽ നമുക്കറിയാം 99% അവാർഡ് വിന്നേഴ്സും സ്പോട്ടിൽ വന്ന് അവാർഡ് വാങ്ങുന്ന ഒരു ഏർപ്പാട് ഉറപ്പ് വരുത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രെഡിബിലിറ്റിയുള്ള ഒരു പ്രക്രിയയിലൂടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ പ്രചാരം നേടിയ ഈ സംഘടനയുടെ ഇത്തരം ഈ അവാർഡ് ഫംഗ്ഷന്റെ ജൂറി മെമ്പറായിട്ടിരിക്കാൻ സാധിച്ചാൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ സ്പെഷ്യലായിട്ടുള്ളത്, ജൂറിയെ ഞെട്ടിച്ച 2 സിനിമകളുണ്ട്. അത് പ്രത്യേകം പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല. മീഡിയക്കാർ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. ഒന്ന് ഈ ബട്ടർഫ്ലൈ ഗേൾ 85 വളരെ ആക്സിഡൻ്റലായിട്ട് നമുക്ക് കിട്ടിയൊരു ഫിലിമാണ്. അത് മലയാളത്തിലെ വളരെ പ്രശസ്തമായ ഒരു കക്ഷി നമുക്ക് ഡയറക്റ്റ് ചെയ്തതാണ്, പറഞ്ഞതാണ്. അത് മിസ് ചെയ്യരുതൊരു സൂപ്പർ മൂവിയാണ്. അതുപോലെ തന്നെയാണ് ഉറ്റവർ എന്ന് പറയുന്ന ഒരു സിനിമ. രണ്ടും അത്ഭുതപ്പെടുത്തിയ പടങ്ങളാണ്. പിന്നെ വളരെ സന്തോഷം, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന PRO മേഖലയിലെ നമ്മുടെ ഏറ്റവും സീനിയർ, വളരെ 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 സീനിയർ ആയിട്ടുള്ള വാഴൂർ ജോസേട്ടന് ഈ ഒരു അവാർഡ് ഒരു ജൂറി മെമ്പർ എന്നുള്ള നിലയ്ക്ക് കൊടുക്കാൻ സാധിച്ചതിൽ അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും എല്ലാം നല്ലത് വരട്ടെ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരവും നമ്മുടെ അഭിമാനമൊക്കെ ആയ നസീർ സാറിൻ്റെ പേരിൽ വർഷങ്ങളായി, ഇപ്പോൾ 7 വർഷമായി നടത്തി വന്ന ഈ ഒരു ചലച്ചിത്ര അവാർഡ് ഈ 8ാം വർഷവും എനിക്ക് തോന്നുന്നു വീണ്ടും സമിതിക്ക് ഒരു പൊൻതൂവൽ ചാർത്തിക്കൊണ്ട് തന്നെ അവതരിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ജൂറി അംഗമെന്ന നിലയിൽ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ജൂറി ചെയർമാനോടൊപ്പം ചേർന്ന് നിൽക്കാനും അത് ഒരു തരത്തിലും ഒരിടത്തും വിട്ടുവീഴ്ചകളൊന്നും ചെയ്യാതെ തന്നെയാണ് ഈ ഒരു അവാർഡ് നമ്മൾ അംഗങ്ങളെ വിജയികളെ കണ്ടെത്തിയത്. അപ്പോൾ എല്ലാ വർഷത്തെ പോലെ മീഡിയ സപ്പോർട്ടോടുകൂടി ഈ വർഷവും ഈ പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ ഈ ചലച്ചിത്ര അവാർഡിനുള്ള എല്ലാ സപ്പോർട്ടും നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അജയ് തുണ്ടത്തിൽ സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ അവാർഡിൻ്റെ ജേതാക്കളിലേക്ക് കഴിഞ്ഞ 7 വർഷവും എല്ലാ അവാർഡ് ജേതാക്കളും നിങ്ങളുടെ ഈ അവാർഡ് സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് നന്ദി പറയാനുള്ളത്, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം പശ്ചിമ ബംഗാൾ ഗവർണർ അവാർഡ് കൊടുക്കുന്ന സമയത്താണ് ജോജി ജോർജ് അവാർഡ്, മികച്ച നടനുള്ള അവാർഡ്, അയാൾ ഡൽഹിയിലായിരുന്നു അന്ന് അവാർഡ്. കമൽഹാസന്റെ ഒരു പടത്ത് മണിരത്നം സംവിധാനം ചെയ്യുന്ന പടമായിരുന്നു.
പക്ഷെ പുള്ളിക്കാരൻ വളരെ ബുദ്ധിമുട്ടിയാണ് അവാർഡ് വാങ്ങാൻ തിരുവനന്തപുരം. അതൊക്കെ അതുപോലെ ഇന്ദ്രൻ സെറ്റ്, വിജയരാഘവൻ, അങ്ങനെ ഒരുപാട് പേര് കഴിഞ്ഞ വർഷം മികച്ച നടിക്കുള്ള അവാർഡ് കൊടുത്തപ്പോൾ അവർ ദുബായിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഒരു അപ്പോൾ വളരെ ഉത്തരവാദിത്വ മനോഭാവത്തോടുകൂടിയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിന് ഒരു കാരണവശാലും ഒരു എൻട്രി ഫീസ്, പല സംഘടനകളും ഇവിടെ പൈസകൾ വാങ്ങുന്നുണ്ട് എൻട്രി ഫീസ്, പക്ഷെ 5 പൈസ പോലും ഞങ്ങൾ എൻട്രി ഫീസായിട്ട് ഈടാക്കുന്നില്ല. പിന്നെ സുഹൃത്ത് സമിതിക്ക് 5 വിദേശ രാജ്യങ്ങളിലും ഞങ്ങളുടെ ചാപ്റ്റർ വിദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ 9 ജില്ലകളിലും പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെ ചാപ്റ്ററിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഷോർട്ട് ഫിലിമിന്റെ സ്ക്രീനിങ് ഈ മെയ് 8-ാം തീയതി തിരുവനന്തപുരത്ത് നടക്കുകയാണ്. 8ാമത് പ്രേംനസീർ മാധ്യമ അവാർഡ് എൻട്രികൾ ഈ ആഴ്ച തന്നെ ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട്. അതും ജൂൺ ജൂലൈ മാസം അതും കൂടി കൊടുക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ പ്രോഗ്രാമുകൾ. എന്തായാലും നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പങ്കെടുത്ത എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിനോട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ സിനിമ കാണുവാനും ഇതിന്റെ പേപ്പർ വർക്ക് ചെയ്യുവാനും ഞങ്ങളോടൊപ്പം നിന്ന ബഹുമാനപ്പെട്ട ജൂറി ചെയർമാനും ജൂറി മെമ്പർമാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പ്രകടിപ്പിച്ചു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.